കൂട്ടുകാരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. എനിക്കൊരു പ്ലാവ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ സാധാരണ ഇപ്പോൾ നമ്മൾ വാങ്ങി വെക്കാറില്ലേ, വേഗം ചക്ക ഉണ്ടാവണതാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നാളെ ഒരു കിസ്സാമേളയിൽ പങ്കെടുത്തപ്പോൾ അവിടുന്ന് വാങ്ങിയതാണ്. വേഗം ചക്ക ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അന്ന് ഞാനത് കുഴിച്ചിടുകയാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ കുഴിച്ചിടണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് പ്ലാവ്. അപ്പോൾ നമുക്കിത് അതിന് വേണ്ടി ഞാൻ വലിയൊരു കുഴിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും വലിയ കുഴിയിലൊന്നും അത് വെച്ചാൽ ശരിയാവില്ല. അതിൻ്റെ മണ്ണ് മുകളിൽ കയറി നിന്നാൽ ചീഞ്ഞ് പോകും. അപ്പം ഞാൻ അത് വലിയ കുഴി എടുത്താലും ഇത് ഞാൻ മേൽമണ്ണിട്ടുന്നുണ്ട്. മേൽമണ്ണിട്ട ഇത് നല്ലോണം വളമുള്ള മണ്ണാണ്. കണ്ട ആ മണ്ണിൻ്റെ കളർ കണ്ട. അപ്പോൾ ഈ മേൽമണ്ണിട്ടിട്ട് നല്ലോണം മൂടിയിട്ട് പിന്നെ ചെടി വയ്ക്കണുള്ളൂ. അപ്പം ഞാൻ മേൽമണ്ണിട്ടിരിക്കുന്നത് കൊണ്ട് കുത്തിയിട്ട് അതിൽ വേറെ മണ്ണ് നിറക്കുമ്പോൾ അതിന് വേരോട്ടം ഉണ്ടാവാനാണ്. അതല്ല, നല്ല വളക്കൂറുള്ള മണ്ണാണ്. അത് വലുതാണ്ട. ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ മണ്ണ് കയറിയതെന്ന് പറയുന്നുണ്ട്. ഈ ഭാഗത്ത് മണ്ണ് കയറി നിന്നാൽ ചീഞ്ഞ് പോകും. അപ്പോൾ അടിയിൽ കൊണ്ടുവച്ച എന്തായാലും അത് മണ്ണ് വന്ന് നിറയും. ഇപ്പോൾ കുറച്ച് കുമ്മായിട്ട് കൊടുക്കാം. കഴിഞ്ഞ് ഒരു ചാണകപ്പൊടി ഇട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്തിരി എല്ലുപൊടിയാണ്. പിന്നെ വേപ്പും പിണ്ണാക്ക് കുറച്ചിട്ട് കൊടുക്കുക. ഇനി ഇതിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കും. അപ്പം അത്രയൊക്കെ മണ്ണിട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ പ്ലാവ് ഇവിടെ നടൽ കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് കുറേ കഴിയുമ്പോൾ എന്തെങ്കിലും വളമൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു മാസത്തിന് ഒന്നും ചെയ്യണ്ടെങ്കിൽ അതിനുള്ള കട്ട് കൊടുത്തു.
ഓക്കേ, അപ്പം എൻ്റെ പ്ലാവും തൈ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇതിന് ചൂട് തട്ടാതിരിക്കാൻ കുറച്ച് പുറത്ത് കൊടുക്കാം, വെയിൽ തട്ടാതിരിക്കാൻ. ഓക്കേ.